കഞ്ഞിയുടെ സവിശേഷതയെപ്പറ്റി പറയുവാണെങ്കിൽ, കഞ്ഞി നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ ഏവർക്കും നമുക്ക് പരിചിതമാണ് കഞ്ഞിയുടെ സവിശേഷത എന്താണെന്ന്. അതിനകത്തെ സ്ട്രച്ചും ആ സ്ട്രച്ചിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ഗുണങ്ങളും, ഒപ്പം തന്നെ കഞ്ഞിയുടെ കൂടെ കിട്ടുന്ന ഓണാട്ടുകരക്കാർക്ക് മാത്രം പ്രിയപ്പെട്ട അസ്ത്രം, നമ്മുടെ കാർഷിക വിഭവങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന പഴയകാലത്തെ പഴയകാലത്ത് കാർഷിക വീടുകളിൽ കൃഷി ചെയ്തിരുന്ന, ഇപ്പോഴും പല വീടുകളിലും കൃഷി ചെയ്യുന്നുണ്ട്, ചേനയും ചേമ്പും കപ്പയും, എല്ലാം വെജിറ്റബിൾസും കൂട്ടിണക്കി ഒരു പ്രത്യേക അരപ്പിൽ പുളിയോട് ചേർത്ത് ലാസ്റ്റിൽ ഫൈനൽ ടച്ചിൽ തൈരോട് ചേർത്ത് ഉണ്ടാക്കുന്ന ഈ അസ്ത്രവും ഒരു ഓണാട്ടുകരക്കാർക്ക് മാത്രം പ്രിയപ്പെട്ട ഒരു സസ്യ വിഭവമാണ് അസ്ത്രം എന്ന് പറയുന്നത്. ഈ കഞ്ഞിയും അസ്ത്രവും ഒരു കോമ്പിനേഷനാണ്. ഇതൊരു കോഴ്സാണ്, ഒരു മെയിൻ കോഴ്സാണ്. ഇതിൻ്റെ ഒരു സൈഡ് ഡിഷ് എന്നുള്ള രീതിയിലാണ് മുതിര എന്ന ഇത് തോരനല്ല, എന്ന ഇതൊരു കുഴഞ്ഞിരിക്കുന്ന ഒരു മീഡിയം ലെവലിൽ ഇരിക്കുന്ന ഒരു സൈഡ് ഡിഷാണ് ഈ മുതിര എന്ന് പറയുന്നത്. മുതിര നമുക്കറിയാവുന്ന പോലെ കുതിരകൾക്ക് കൊടുക്കുന്ന ഒരു ആഹാര പദാർത്ഥമാണ് മുതിര എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ മുതിര കൊണ്ട് സൂപ്പ് ഉണ്ടാക്കും. പക്ഷെ നമ്മുടെ സദ്യകളിൽ കൂടുതലും മുതിര കാണത്തില്ല. പക്ഷേ ഈ ഓണാട്ടുകാരുടെ ഈ കഞ്ഞി വഴിപാടിൽ ഈ മുതിര കമ്പൽസറി ആണ്. അതേപോലെ തന്നെ ഇതിലെ ലാസ്റ്റ് ഡെസേർട്ട്സ് എന്നുള്ള രീതിയിൽ അവലും പഴവും ഉണ്ണിയപ്പോടെ കൊടുക്കുന്നു, ഒരു ഫൈനൽ കോഴ്സ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊരു ആഹാരക്രമം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഴമക്കാർ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു പറയുമ്പം അതൊരു വലിയൊരു അത്ഭുതമാണ്. പിന്നെ ഈ കുത്തിയോട്ടത്തോടനുബന്ധിച്ച് 3 നേരം ഭക്ഷണങ്ങൾ കൊടുക്കുന്നതും, അവിടെയും കഞ്ഞി സദ്യ കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാൻ പറ്റുന്നത്, കുത്തിയോട്ടത്തിൻ്റെ സമാപന ദിവസം, അതായത് കുംഭഭരണി ദിവസം നമ്മൾ ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അവർ ഉച്ചഭക്ഷണം സ്വഭവനങ്ങളിൽ നിന്ന് കഴിച്ചിട്ട് വരും. ധാരാളം ആൾക്കാർ പല ഭാഗങ്ങളിൽ നിന്ന് ചെട്ടുളങ്ങര ഭാഗത്തെ പല വീടുകളിൽ എത്തുമ്പോഴും, ഓണാട്ടുകര പ്രദേശങ്ങളിലെ പല വീടുകളിൽ എത്തുമ്പോഴും അവർ വിഭവം തയ്യാറാക്കി അവരെ സ്വീകരിക്കും. അവരുടെ സദ്യയിലെ ഒരു വിഭവമാണ് കൊഞ്ചും മാങ്ങ എന്ന് പറയുന്നത്. ദേവീ ശരണം, ചെട്ടുളങ്ങര അമ്മേ ശരണം. ഇന്ന് കുംഭഭരണിയാണ്, ഓണാട്ടുകരയുടെ ഒരു ഉത്സവം എന്ന് പറയാം. ഓണാട്ടുകരയുടെ ഒരു ഓണം എന്ന് വേണേൽ വിശേഷിപ്പിക്കാം നമ്മുടെ കുംഭഭരണിയെ. ഓണാട്ടുകരയിലെ എല്ലാ ഭവനങ്ങളിലും, പ്രത്യേകിച്ച് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ എല്ലാ ഭവനങ്ങളിലും കൊഞ്ചും മാങ്ങ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ്. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, നമ്മുടെ ട്രാവൻകൂർ ഏജൻസിയിലെ ഈ ഹോട്ടലിൽ ചെയ്തിരിക്കുന്നതും നമ്മുടെ ദിവസേനയുള്ള താളി മീൽസിൻ്റെ കൂടെ കൊഞ്ചും മാങ്ങ വിഭവം കൊടുക്കുകയാണ്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഷെഫായിട്ടുള്ള പ്രശാന്താണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രിപ്പറേഷൻ ഒരു പ്രത്യേക രീതിയിൽ, അദ്ദേഹം ചെട്ടുളങ്ങരക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ, ഇദ്ദേഹം കാറ്ററിങ്ങുകൾക്കും ഒക്കെ പോയി കൊഞ്ചും മാങ്ങ വെച്ച ഉള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. പ്രത്യേക ചുമന്നുള്ളിയും പ്രത്യേകമായ മാങ്ങ, കിളിച്ചുണ്ട മാമ്പഴം എന്ന് പറയുന്ന, അതായത് പുളിയില്ലാത്ത കിളിച്ചുണ്ട മാമ്പഴത്തിലാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നല്ലവണ്ണം തേങ്ങ ചതച്ചെടുത്ത്, ചെറിയ ഉള്ളി, പിന്നെ ഉണക്കക്കൊഞ്ച് നല്ലവണ്ണം വറുത്ത് കഴുകി പൊടിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നല്ല പ്രിപ്പറേഷനായിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇന്നത്തെ നമ്മുടെ എല്ലാ ഗസ്റ്റുകൾക്കും, ഇന്ന് വരുന്ന എല്ലാ ഗസ്റ്റുകൾക്കും ഓണാട്ടുകരയുടെ ഈ ഒരു സ്വാദിഷ്ടമായ വിഭവം നമ്മുടെ മീൽസിന്റെ കൂട്ടത്തിൽ ഇന്ന് കൊടുക്കുകയാണ്. എന്നാൽ വടക്കൻ കേരളങ്ങളിൽ ഓണസദ്യയിൽ നോൺ വെജ് വിഭവം ഉണ്ടെങ്കിൽ പോലും തെക്കൻ കേരളത്തിൽ ഈ ഓണസദ്യയിലോ ഈ നോൺ വെജ് വിഭവങ്ങൾ ഉൾപ്പെടുത്താൻ മടിക്കും. പക്ഷെ അന്ന് ചെട്ടുളങ്ങര ഭാഗത്ത്, അല്ലെങ്കിൽ ഓണാട്ടുകര ഭാഗത്ത് ഈ കുംഭഭരണി, ഈ ക്ഷേത്രകലയുടെ ഈ ക്ഷേത്ര ആചാരങ്ങളിൽ നോൺ വെജ് വിഭവങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ അതിഥിയെ സ്വീകരിക്കുന്നു. അതൊരു ആചാരത്തിൻ്റെ, അതായത് ഒരു അനുഷ്ഠാനത്തിൻ്റെ കാര്യം. എങ്ങനെ ഒരു നോൺ വെജ് വിഭവം ഒരു ക്ഷേത്ര ആചാരങ്ങളുടെ ഇടയിൽ വന്നു എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.